ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി. നമുക്ക് വണ്ടി മിസ്സിങ് കംപ്ലയിൻറ്റ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നിരുന്നത്. ശരിക്കും അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ കംപ്ലയിൻ്റാണ്. കറണ്ട് കട്ടായി പോവാം. പ്ലഗിലേക്ക് പെട്രോൾ കത്തിക്കാനായിട്ടൊരു സെക്ഷൻ പോകുന്നുണ്ട്. അതായത് ഇഗ്നീഷൻ കോയിലിൽ നിന്ന് പോകണല്ലേ, ആ കോയിലിലേയും കട്ടാവുന്നതാണ്. അത് ശരിക്കും വയറിങ്ങിൻ്റെ കംപ്ലയിൻ്റാണ്. അപ്പോൾ തൽക്കാലം നമ്മളത് നോക്കി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ കംപ്ലയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് നമുക്ക് കൺസിസ്റ്റൻസി അത് കിട്ടണില്ല. അതായത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അത് 100% പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ കിട്ടിയ ഒരു ലക്ഷണം വെച്ചിട്ട് നമ്മളത് പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. ഒന്നുപോലെ നമുക്കത് വണ്ടി ഇവിടെ വെച്ചിട്ട് 2 ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ട് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വണ്ടി കൊണ്ടുപോകാം, ഉപയോഗിക്കാം. കംപ്ലയിൻറ്റ്സ് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചെക്ക് ചെയ്യാനാണ് പറ്റുള്ളൂ. ചില കംപ്ലയിൻറ്റുകൾ അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഞാൻ ഓടിച്ചു നോക്കി കംപ്ലയിൻറ്റ്സ്, ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ കംപ്ലയിൻറ്റ് കിട്ടി, അത് നമ്മൾ പരിഹരിച്ചു. അത് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള പ്രോബ്ലമാണ്, ഇവിടെ ഫ്രണ്ട് ഭാഗത്താണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ ഓടിച്ചു നോക്കി കംപ്ലയിൻറ്റ് പിന്നെ കാണിച്ചിട്ടൊന്നുമില്ല. ഇലക്ട്രിക്കലാകുമ്പോൾ നമുക്ക് 100% ഇന്ന കംപ്ലയിൻറ്റ് കൊണ്ടാണ് അത് കാണിച്ചതെന്ന് പറയാൻ പറ്റണം. അതല്ലെങ്കിൽ ആ കംപ്ലയിൻറ്റ് വീണ്ടും റിപ്പീറ്റ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ കണ്ട പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ കാർബറേറ്ററിൻ്റെ പോർഷനൊക്കെ ഒന്ന് അഴിച്ചൊക്കെ നോക്കിയായിരുന്നു. കാരണം പ്ലഗിൽ കറണ്ട് ഉണ്ടായിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. അതും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഫ്ലോട്ട് വാൽവ് സ്റ്റക്കായിട്ടത് കയറുന്നു. അതും ഞാൻ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 കംപ്ലയിൻറ്റുകളാണ് നമുക്ക് മെയിനായിട്ട് കിട്ടിയത്. അപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ ഭാഗം നമ്മൾ ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും റിപ്പീറ്റ് വരാൻ സാധ്യത ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതികൾ ഒന്നുമല്ല, വണ്ടി ഇവിടെ വയ്ക്കുക, 2 ദിവസം ഞങ്ങൾ ഉപയോഗിച്ച് നോക്കാം. ഉപയോഗിച്ച് നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കത് പരിഹരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ വണ്ടി കൊണ്ടുപോകാം, ഉപയോഗിക്കുക. വണ്ടി നമ്മളിവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, വണ്ടി ഉപയോഗിക്കണം. ഉപയോഗിച്ചാലാണ് ആ കംപ്ലയിൻറ്റ് കിട്ടുള്ളൂ. കംപ്ലയിൻറ്റ് കിട്ടിയാലാണ് അത് ഏത് പാർട്സിൻ്റെ ഡാമേജ് കൊണ്ടാണ് നമുക്കത് വന്നേക്കണേന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. കാരണം ഇതിൻ്റെ ഈ ഇരിക്കുന്ന HT കോയിൽ, പ്ലഗിലേക്ക് പവർ സപ്ലൈ ചെയ്യുന്ന ഈ HT കോയിൽ പുതിയതാണ്. CDI എന്ന് പറയുന്നത്, ഫ്രണ്ടിൽ വരുന്ന CDI എന്ന് പറഞ്ഞൊരു ചതുരം കട്ട പോലെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ മാറ്റിയിട്ടാണ്, പുതിയതാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കംപ്ലയിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മളത് മാറ്റി ഓരോ പാർട്സുകൾ മാറ്റി നിൽക്കാത്ത സാമ്പത്തിക നഷ്ടമായിട്ട് വരുള്ളൂ. കറക്റ്റായിട്ട് ആ കംപ്ലയിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം, അത് പരിഹരിക്കണം. അതാണ് ശരിക്കും ചെയ്യേണ്ട വർക്ക്. ഇപ്പം നമ്മളത് കിട്ടിയ ഭാഗത്തോളം പിന്നെ റിപ്പീറ്റ് വന്നിട്ടില്ല. പക്ഷേ അത് 95% നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ആണെന്ന്. പക്ഷേ അപ്പോഴും 100% നമുക്ക് തികച്ച് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം ഇലക്ട്രിക്കലാണ്. വേറെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും. വണ്ടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ബാക്കിയത്തെ ഭാഗങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി നമുക്ക് ക്ലോസ് ചെയ്യണം. അതല്ലെങ്കിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയുടെ ഫൈനലിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടയ്ക്കുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ.